ഇന്നത്തെ ലെസൺ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പേഴ്സണലായി ഒരു കാര്യം പറയാനുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചു കാണും, ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഇപ്പോൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ചാനലിൽ ഇപ്പോൾ 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സായി. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഏതാണ്ട് 30 വർഷത്തോളമായി ഈ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എത്തിയിട്ട്. അതിൽ കൂടുതൽ കാലവും ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് ജോലി ചെയ്തിരുന്നത്. അതിൽ തന്നെ 18 വർഷത്തോളം ഞാൻ കുവൈറ്റിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെ വിദേശത്തായിട്ട്. അപ്പോൾ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നാട്ടിലെത്തി. അതിനുശേഷം പിന്നെ ഒരു സ്കൂളിൽ പോയി അങ്ങനെ കമ്മിറ്റഡ് ആവാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ടീച്ചിങ് ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ അത് നിർത്താൻ ഒട്ട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് കരുതിയത്. അന്ന് ഈ ചാനൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ചാനൽ ഇങ്ങനെയൊക്കെ വളരണമെന്നോ ഒക്കെയുള്ള യാതൊരു ആഗ്രഹങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ആകെ കരുതിയത് ഇത്രയേ ഉള്ളൂ, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് മാത്രമാണ് കരുതിയത്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ചാനലായിരിക്കണം. അതായത് ഇവിടെ വീഡിയോസ് കണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ഈ ചാനലിൽ പറയുന്നത് വിശ്വസിക്കാം എന്നുള്ളൊരു റിലയബിലിറ്റി ഫീൽ ചെയ്യണം എന്നൊക്കെയാണ് മനസ്സിൽ കരുതിയിരുന്നത്. പക്ഷേ ഞാൻ പോലും പ്രതീക്ഷയിനപ്പുറമായിരുന്നു ചാനലിൻ്റെ വളർച്ച. ചാനൽ തുടങ്ങി അധികം നാളാവുന്നതിന് മുൻപ് തന്നെ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി, സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. പക്ഷേ ഞാനങ്ങനെ ഒരു കാര്യത്തിലും ഒരുപാടങ്ങനെ സന്തോഷിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നി ഇത് പറഞ്ഞേ മതിയാവുമെന്ന്. കാരണം ഈ ചാനലിലും എന്നിലും നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഈ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിലുള്ള വിശ്വാസം എത്രയാണെന്ന് എനിക്കറിയാം. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓരോ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതും ഓരോ വീഡിയോയും ചെയ്യുന്നതും. അപ്പോൾ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ട്, ഈ പിന്തുണ ഇനി അങ്ങോട്ടുള്ള യാത്രയിലും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്നത്തെ ലെസണിൽ നമുക്ക് കളേഴ്സ്, നിറങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഡിയംസ് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ ഇഡിയംസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ ശൈലികൾ, പ്രയോഗങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ഒരുപാട് നാടൻ പ്രയോഗങ്ങൾ നമ്മൾ സംസാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഇഡിയംസ് യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം, കേൾക്കുന്നവർക്ക് നമ്മുടെ സംസാരം വളരെ നാച്ചുറലായി, സ്വാഭാവികമായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഡെയിലി യൂസിന് പറ്റുന്ന തരം ഇഡിയംസ് ആണ് കേട്ടോ ഞാനിന്ന് എടുത്തിരിക്കുന്നതെല്ലാം. നമുക്കാദ്യം വെള്ള നിറത്തിൽ, വൈറ്റ് കളറിൽ തന്നെ തുടങ്ങാം. ആദ്യത്തെ ഫ്രേസാണ് നിങ്ങളിവിടെ കാണുന്നത്, വൈറ്റ് ലൈ. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, നിരുപദ്രവകരമായ, നിർദോഷമായ നുണ എന്നൊക്കെ. അതാണ് ഈ ഫ്രേസിൻ്റെ അർത്ഥം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര സീരിയസ് അല്ലാത്ത കാര്യങ്ങളിൽ വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ, അയാളുടെ ഫീലിങ്സ് ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ചെറിയ ചില കള്ളങ്ങൾ പറയില്ലേ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഈ ഫ്രേസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ആരെങ്കിലും നമ്മളോട് അവരുടെ ഡ്രസ്സിനെ പറ്റി അഭിപ്രായം ചോദിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഡ്രസ്സ് ഒട്ടും ഇഷ്ടമായില്ല, പക്ഷേ അത് അവരോട് നേരിട്ട് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നണ്ട എന്ന് കരുതി ചിലപ്പോൾ നമ്മൾ ഒരു നുണ പറഞ്ഞേക്കാം, ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്ന്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു വൈറ്റ് ലൈ പറയുകയാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, though I didn't like her dress, I didn't want to offend her, so I told a white lie. എനിക്ക് അവളുടെ ഡ്രസ്സ് ഇഷ്ടമായില്ല, പക്ഷേ അവളെ ഒഫൻഡ് ചെയ്യണ്ട, അവൾക്ക് വിഷമം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാനൊരു വൈറ്റ് ലൈ പറഞ്ഞു. അപ്പോൾ ആളുകൾ ഈ വൈറ്റ് ലൈസ് പറയുന്നത് എന്തിനാണ്, മറ്റുള്ളവർക്ക് വിഷമം തോന്നാതിരിക്കാനല്ലേ. അതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. സംടൈംസ് പീപ്പിൾ ടെൽ വൈറ്റ് ലൈസ് സോ ദാറ്റ് ദേ ഡോണ്ട് ഹേർട്ട് അതേഴ്സ് ഫീലിങ്സ്. മറ്റുള്ളവരുടെ ഫീലിങ്സ് ഹേർട്ട് ആവാതിരിക്കാനാണ് ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ വൈറ്റ് ലൈസ് പറയാറുള്ളത്. വൈറ്റ് കളറുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഇഡിയമാണ് നിങ്ങൾ കാണുന്നത്, വൈറ്റ് ആസ് എ ഷീറ്റ്. ആസ് വൈറ്റ് ആസ് എ ഷീറ്റ് എന്നും പറയാട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിളറി വെളുക്കുക എന്നതാണ്. ഇത് പേടി കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കൊണ്ടോ ഒക്കെ ആവാം ഇങ്ങനെ വിളറി വെളുക്കുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. ഡു യു ഫീൽ ഓൾ റൈറ്റ്? യുവർ ഫേസ് ഇസ് ആസ് വൈറ്റ് ആസ് എ ഷീറ്റ്. നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങളുടെ മുഖം വല്ലാതെ വിളറി വെളുത്തിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. മറ്റൊന്ന്, ഹെർ ഫേസ് വെൻറ്റ് ആസ് വൈറ്റ് ആസ് എ ഷീറ്റ് വെൻ ഷി ഹേർഡ് എ ഷോക്കിംഗ് ന്യൂസ്. ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടപ്പോൾ അവളുടെ മുഖം വിളറി വെളുത്തു.
ഇപ്പോൾ നമ്മൾ വൈറ്റ് കളറുമായി ബന്ധപ്പെട്ട 2 ഇഡിയംസ് കണ്ടു. ഇനി നമ്മൾ കാണുന്ന ഏതാണെന്ന് നോക്കൂ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ എന്നും മൂൺ എന്നൊക്കെ കാണാം. പക്ഷേ ഈ പറഞ്ഞതുമായിട്ടൊക്കെ യാതൊരു ബന്ധവും ഈ ശൈലിക്കില്ല കേട്ടോ. ഇതിനർത്ഥം വല്ലപ്പോഴും ഒരിക്കൽ എന്നാണ്. പക്ഷേ ഈ അർത്ഥം കിട്ടാൻ എങ്ങനെയാണ് ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊരു ഫ്രേസ് വന്നതെന്നറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ, ഒരു മാസത്തിൽ ഒരിക്കലാണ് സാധാരണ നമ്മൾ ഫുൾ മൂൺ കാണുക, പൂർണ്ണചന്ദ്രൻ കാണുക അല്ലേ. പക്ഷേ വളരെ അപൂർവമായി ഒരു മാസത്തിൽ തന്നെ 2 പൂർണ്ണചന്ദ്രൻ, 2 ഫുൾ മൂൺ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷെ അത് വളരെ 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 റെയറായിട്ടാണ് സംഭവിക്കാറുള്ളത്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഏതാണ്ട് 32 മാസത്തിലൊരിക്കലൊക്കെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുള്ളത്. അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നപ്പോൾ മനസ്സിലായല്ലോ. വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഈ ഫ്രേസ് ഉപയോഗിക്കാം. ഇപ്പോൾ സെൻറ്റൻസ് നോക്കൂ. ഇറ്റ്സ് ഓൺലി വൺസ് ഇൻ എ ബ്ലൂ മൂൺ ദാറ്റ് വി ട്രാവൽ അബ്രോഡ്. ഞങ്ങൾ വല്ലപ്പോഴും ഒരിക്കലാണ് വിദേശയാത്ര നടത്താറുള്ളത്. അപ്പോൾ മലയാളത്തിൽ ഇതിനോട് സാമ്യമുള്ളൊരു പ്രയോഗം നമുക്കുണ്ട്. ആണ്ടിലും സംക്രാന്തിക്കും ഒരിക്കൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേ അർത്ഥമാണ് ഈ ഫ്രേസിനും ഉള്ളത്. ഒരു സെൻറ്റൻസ് ഇവിടെ നോക്കാം. ദാറ്റ് കമ്പനി മേക്സ് പ്രോഫിറ്റ് ഓൺലി വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ആ കമ്പനി വല്ലപ്പോഴും ഒരിക്കലാണ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കാറുള്ളത് എന്ന്. ഇനി ഈ ബ്ലൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രേസ് കൂടെ നോക്കാം. ഔട്ട് ഓഫ് ദ ബ്ലൂ. ഇവിടെ ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഔട്ട് ഓഫ് ദ ബ്ലൂ സ്കൈ എന്നൊക്കെയാണ് കേട്ടോ. അതായത് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, മാനത്തുനിന്ന് പൊട്ടി വീണതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി എന്ന്, ആ അർത്ഥം കിട്ടാനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ദ ജോബ് ഓഫർ കെയിം ഔട്ട് ഓഫ് ദ ബ്ലൂ. ആ ജോലിയുടെ വാഗ്ദാനം, ആ ഒരു ഓഫർ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായി, അതിനാണ് ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറഞ്ഞത്. ഇനി ഈ സെൻറ്റൻസ് നോക്കൂ. വൺ ഡേ ഔട്ട് ഓഫ് ദി ബ്ലൂ അവർ ബോസ് അനൗൺസ് ദാറ്റ് ഹി ഈസ് റിസൈനിങ്. ഒരു ദിവസം ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് ഞങ്ങളുടെ ബോസ് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം രാജിവെക്കുകയാണെന്ന്. അപ്പോൾ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടായതുകൊണ്ടാണ് ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറഞ്ഞത്. ഇന്നത്തെ ലെസൺ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ നാച്ചുറലായി ഫീൽ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്താൽ മതിയെന്ന്. പക്ഷേ അതിനാദ്യം ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണമല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഫ്ലുവൻസി ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്, ക്യാംബ്ലി. 1-on-1 പ്രൈവറ്റ് ഇംഗ്ലീഷ് ലെസൺസ് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു ആപ്പാണ് ക്യാംബ്ലി. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ബിസിനസ് ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, IELTS തുടങ്ങി പലതരം കോഴ്സസ് ഇവിടെ ലഭ്യമാണ്. മറ്റൊരു പ്രത്യേകത, നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സുമായാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കാൻ പോകുന്നത്. അമേരിക്ക, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ട്യൂട്ടേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവരെ സെലക്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, ഈ ട്യൂട്ടേഴ്സ് എല്ലാം തന്നെ അങ്ങേയറ്റം ഹെൽപ്ഫുള്ളും സപ്പോർട്ടീവുമാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള വീക്ക്നെസ് എവിടെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ അവർ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ, യൂസ് ചെയ്യൂ. ഇനി ഞാനൊരു സ്പെഷ്യൽ ഓഫറിനെ കുറിച്ചാണ് പറയുന്നത്. മുൻപ് 99 രൂപയ്ക്ക് കിട്ടുമായിരുന്ന 15 മിനിറ്റ് നേരത്തേക്കുള്ള ട്രയൽ ക്ലാസ് ഇപ്പോൾ വെറും 29 രൂപയ്ക്ക് ലഭ്യമാണ്. പക്ഷേ ഈ ഓഫർ ഒരു മാസത്തേക്കേ ഉള്ളൂ. ഇതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട കൂപ്പൺ കോഡ് 29 സോണിയ എന്നതാണ്. ഇനി നമുക്ക് ഗ്രീൻ കളറുമായി ബന്ധപ്പെട്ട് വരുന്ന 1-2 ഇഡിയംസ് നോക്കാം. അതിൽ ആദ്യത്തെയാണിത്, ടു ഗിവ് ദ ഗ്രീൻ ലൈറ്റ്. മലയാളത്തിൽ നമ്മൾ പറയില്ലേ പച്ചക്കൊടി കാണിക്കുക എന്ന്, അതേ അർത്ഥമാണ് ഈ ഫ്രേസിനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പദ്ധതിയോ ഒരു പ്ലാനോ ഒക്കെയായി മുന്നോട്ട് പോവാൻ നമുക്ക് അധികാരികളിൽ നിന്ന് അനുമതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ കാണാമല്ലോ. ദ ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു ഗിവ് ദ ഗ്രീൻ ലൈറ്റ് ടു ദ പ്ലാൻ. അതായത് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് സമ്മതിച്ചിരിക്കുന്നു എന്നർത്ഥം. ഈ ഗ്രീൻ കളറുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ ഇഡിയമാണ് നിങ്ങൾ കാണുന്നത്, ഗ്രീൻ തം. ഈ തം എന്ന വാക്കിൻ്റെ അർത്ഥം തള്ളവിരലെന്നാണ്. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ആ വാക്കിൻ്റെ അവസാനം ഒരു B എന്ന ലെറ്റർ കാണാം. പക്ഷെ നമ്മൾ ആ ലെറ്റർ ഉച്ചരിക്കില്ല. അതുകൊണ്ട് തം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഗ്രീൻ തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പച്ച നിറമുള്ള തള്ളവിരലെന്നാണോ? അല്ല കേട്ടോ. ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് ഈ ചെടി വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അവർ എന്ത് നട്ടാലും നന്നായി വളരും എന്നൊക്കെ. അങ്ങനെ ചെടി വളർത്തുന്നതിലൊക്കെ
ആ ഒരു പ്രത്യേക നാക്കുള്ള ആളുകളെ പറ്റി പറയാനാണ് നമ്മൾ ഈ ഫ്രേസ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ കാണാമല്ലോ. ഷീ ഹാസ് എൻ അമേസിങ് ഗ്രീൻ തം, ഷീ ക്യാൻ ഗ്രോ എനിത്തിങ്. അതായത് അവർക്ക് ഈ ചെടി വളർത്താനൊക്കെ അങ്ങേയറ്റം കഴിവുണ്ട്, അവരെന്ത് നട്ടാലും നന്നായി വളരും എന്നാണ് അർത്ഥം. മറ്റൊരു ഉദാഹരണം, ലുക്ക് അറ്റ് ഹിസ് പ്ലാന്റ്സ്, ഹി റിയലി ഹാസ് എ ഗ്രീൻ തം. അയാളുടെ ചെടികൾ നോക്കൂ, തീർച്ചയായിട്ടും അയാൾക്ക് ഈ ചെടി വളർത്തുന്ന കാര്യത്തിൽ നല്ല കഴിവുണ്ട്, അതിൻ്റെ ഒരു പ്രത്യേക നാക്കുണ്ടെന്നാണ് പറയുന്നത്. അതാ പറഞ്ഞത് ഹി റിയലി ഹാസ് എ ഗ്രീൻ തം. ഇനി നമുക്ക് റെഡ് കളറുമായി ബന്ധപ്പെട്ട ഇഡിയംസ് കാണാം. അതിൽ ആദ്യത്തെയാണ് ഈ കാണുന്നത് സീ റെഡ്, അതായത് ടു സീ റെഡ്. ഇതിനർത്ഥം വളരെ പെട്ടെന്ന് വല്ലാതെ ദേഷ്യപ്പെടുക എന്നതാണ്. അപ്പം നമുക്ക് ഈ ഫ്രേസ് ശരിക്കും പറഞ്ഞാൽ ഈ കാളപ്പോരുണ്ടല്ലോ, ബുൾ ഫൈറ്റിംഗ്, ആ ഫീൽഡിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും ഈ കാളയുടെ മുൻപിൽ ഒരു ചുവന്ന തുണി കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ കാളയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ് ചെയ്യുന്നതല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഫ്രേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രേസ് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കൂ. പീപ്പിൾ ഹൂ ആക്ട് ഇറസ്പോൺസിബിളി മേക്ക് മീ സീ റെഡ്. അതായത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്ന ആളുകൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്, എന്നെ ദേഷ്യപ്പെടുത്താറുണ്ടെന്നർത്ഥം. അപ്പോൾ അതെങ്ങനെ പറഞ്ഞു നോക്കൂ, ദേ മേക്ക് മീ സീ റെഡ്. ഈ ഉദാഹരണം നോക്കൂ. ഹി കാൺട്ട് സ്റ്റാൻഡ് ഹ്യൂമിലിയേഷൻ ഓഫ് എനി കൈൻഡ്, ഹി ജസ്റ്റ് സീസ് റെഡ്. അയാൾക്ക് ഒരു തരത്തിലുള്ള അവഹേളനവും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായാൽ അയാൾക്ക് അപ്പോൾ ദേഷ്യം വരുന്നതെന്നർത്ഥം. അങ്ങനെ സംഭവിച്ചാൽ ഹി സീസ് റെഡ്, അയാൾക്ക് ദേഷ്യം വരും എന്ന്. ഇനി ഈ ചുവന്ന നിറവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഇഡിയം, ക്യാച്ച് സംബഡി റെഡ് ഹാൻഡഡ്. മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ കൈയോടെ പിടികൂടുക എന്ന്, അതാണ് ഈ ഫ്രേസിൻ്റെ അർത്ഥം. അപ്പോൾ എക്സാമ്പിൾ കാണാമല്ലോ. ഹി വാസ് കോട്ട് റെഡ് ഹാൻഡഡ് സ്റ്റീലിംഗ് മണി. പണം മോഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇയാളെ പിടികൂടിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹി വാസ് കോട്ട് റെഡ് ഹാൻഡഡ് സ്റ്റീലിംഗ് മണി, പണം മോഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അടുത്ത സെൻറ്റൻസ് കണ്ടല്ലോ, ദ പോലീസ് കോട്ട് ദ തീവ്സ് റെഡ് ഹാൻഡഡ് വിത്ത് ദ മണി ഇൻ ദെയർ ബാഗ്. പോലീസ് മോഷ്ടാക്കളെ കയ്യോടെ പിടികൂടി, അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് പണവും കിട്ടി. അതുകൊണ്ടാണ് കയ്യോടെ പിടികൂടി എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ കാണുന്നത് പിങ്ക് എന്ന കളറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇഡിയമാണ് ടിക്കിൾഡ് പിങ്ക്. ടിക്കിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ, ഇക്കിളിയിടുക എന്നാണ്. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഇക്കിളിയിട്ടാൽ എന്താ സംഭവിക്കുക, നമ്മൾ ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ ചിരിച്ച് ഒരു പക്ഷേ നമ്മുടെ മുഖത്തിൻ്റെ നിറമൊക്കെ മാറും അല്ലേ. അപ്പോൾ അതാണ് ഈ ഇഡിയം കൊണ്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. പക്ഷെ അതല്ല ഈ ഇഡിയം കൊണ്ട് സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഫ്രേസിൻ്റെ അർത്ഥം വളരെ ഹാപ്പി ആയിരിക്കുക, എന്തെങ്കിലും കൊണ്ട് വളരെ സന്തുഷ്ടനായിരിക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ സെൻറ്റൻസ് കണ്ടാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. ഐ വാസ് ടിക്കിൾഡ് പിങ്ക് ടു സീ മൈ കിഡ്സ് ആഫ്റ്റർ മെനി മന്ത്സ്. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം എൻ്റെ മക്കളെ കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി എന്നാണ് പറയുന്നത്. അതാ പറയുന്നത് ഐ വാസ് ടിക്കിൾഡ് പിങ്ക്. അടുത്തത് നോക്കൂ. ഷീ വാസ് ടിക്കിൾഡ് പിങ്ക് വെൻ ഹെർ ഹസ്ബൻഡ് ബോട്ട് ഹെർ എ ഡയമണ്ട് റിംഗ്. അവരുടെ ഹസ്ബൻഡ് അവർക്കൊരു ഡയമണ്ട് റിംഗ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ആരാണ് സന്തുഷ്ടയാവാതിരിക്കുക അല്ലേ. ഷീ വാസ് ടിക്കിൾഡ് പിങ്ക്. അപ്പോൾ നമ്മൾ ഇത്രയും നിറങ്ങളൊക്കെ കണ്ടു. കറുപ്പിന് വെറുതെ വിടണ്ട. അപ്പോൾ ബ്ലാക്കുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഇഡിയമാണ് നമ്മളിനി കാണുന്നത്, പോട്ട് കോളിംഗ് ദ കെറ്റിൽ ബ്ലാക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാലോ പോട്ട് എന്ന് പറയുന്നത് കലം. അതുപോലെ വെള്ളമൊക്കെ ചൂടാക്കാൻ എടുക്കുന്ന ഒരു പാത്രത്തിൻ്റെ പേരാണ് ഈ കെറ്റിൽ എന്നുള്ളത്. അപ്പോൾ രണ്ടും ഒരുപക്ഷെ കരി പിടിച്ചിരിക്കുകയായിരിക്കും. അവിടെ അപ്പോൾ ഒരാൾ വേറൊരാളെ കുറ്റം പറയാനുള്ള യാതൊരു കാരണവും ഇല്ലല്ലോ. ഇതിനർത്ഥം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കുറവുള്ള ഒരാൾ അതേ കുറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ അതേ കുറവുള്ള വേറൊരാളെ കുറ്റപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ അതിനെ കളിയാക്കി പറയാനാണ് നമ്മൾ ഈ ഇഡിയം യൂസ് ചെയ്യുന്നത്. സെൻറ്റൻസ് നോക്കൂ. ആർ യു അക്യൂസിങ് മീ ഓഫ് കമ്മിങ് ലേറ്റ്? ഡോണ്ട് യു തിങ്ക് ദാറ്റ്സ് എ പോട്ട് കോളിംഗ് ദ കെറ്റിൽ ബ്ലാക്ക്? അതായത് വൈകി വരുന്നതിന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഇതേ കുറ്റം തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പം അതിനാണ് ഞാനിവിടെ ഈ ഫ്രേസ് ഉപയോഗിച്ചത്. അങ്ങനെ നമ്മൾ വൈറ്റ് തുടങ്ങി ബ്ലാക്ക് വരെയുള്ള ഒരുപാട് കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഡിയംസ് കണ്ടു. ഇനി നമുക്ക് ഈ കളേഴ്സ് എന്നുള്ള വാക്ക് തന്നെ വരുന്ന ഒരു പ്രയോഗം നോക്കാം. അപ്പോൾ അതാണ് ഈ കാണുന്നത്, വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പരീക്ഷ പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പാസ്സാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ നമുക്ക് പറയാം, ഹി പാസ്ഡ് ദ ടെസ്റ്റ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. അതായത് നല്ല മാർക്കോടെ നല്ല രീതിയിൽ ആ ടെസ്റ്റ് പാസ്സായി. അതുകൊണ്ടാണ് ഈ ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റൊരു ഉദാഹരണം, യു ഹവ് പാസ്ഡ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്, ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ്. അതായത് നിങ്ങൾ ഉയർന്ന വിജയമാണ് നേടിയിരിക്കുന്നത്, അപ്പോൾ
ആഘോഷിക്കേണ്ട സമയമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 10ലധികം ഇഡിയംസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എവിടെയെങ്കിലും കുറിച്ച് വയ്ക്കുക, പലതവണ പറഞ്ഞു നോക്കുക. ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഇത് ഉപയോഗിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.